ഞമ്മള് വന്നത് മുതലേ ഈ സ്റ്റേജുമ്പോൾ ഇങ്ങനെ കയ്യെട്ടിയിട്ടെടുക്കണം, എൻ്റെ പള്ള കാണാതെക്കാനാണ്. അതുകൊണ്ട് വെൽനെസ്സിനെ പറ്റി പറയാൻ യാതൊരു ആധികാരികത എനിക്കില്ല. എന്നാലും ഞാൻ പറയണം, എൻ്റെ പലപ്പോഴും എൻ്റെ പേഷ്യൻസ് വന്നിട്ട് ചോദിക്കും, ഇപ്പൊ മുട്ടുവേദനയുള്ള 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഒ പിയിൽ വരിക. ഒന്ന് പ്രായമായി തേയ്മാനായ ആൾക്കാർ, 2 ഒരു 30-35 ഇടയിലുള്ള പെണ്ണുങ്ങൾ. അപ്പൊ ഒന്നുമില്ല, മുട്ടുവേദന ഫസ്റ്റ് ജോയിൻ തന്നെ എന്താ പുതിയ എക്സസൈസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ, പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പുതിയ ചാട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതോടുകൂടി മുട്ട് കേടന്നായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് 1000 രൂപ മാസം 2000 രൂപ കൊടുക്കുക എന്നുള്ളതല്ല, നമ്മളെ ബോഡിക്കനുസരിച്ചുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം കൃത്യമായിട്ടൊരു ട്രെയിനറേക്ക് ഒന്ന് മനസ്സിലാക്കണം. കാരണം തേയ്മാനുള്ള മുട്ട് വെച്ച് നിങ്ങൾ ചാടുക, മുട്ടുകൊണ്ട് എന്ത് എക്സസൈസ് ചെയ്താലും അതിൻ്റെ വേദന കൂടാനേ പോകുന്നുള്ളൂ, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ എക്സസൈസ് ചെയ്തിട്ട് തന്നെ തടി കുറക്കണം എന്നില്ല, ഭക്ഷണം കുറച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് തടി കുറക്കാൻ പറ്റും. പിന്നെ അതല്ലാത്ത ഈ ഡാമേജ് ആയ ജോയിന്റുകൾക്ക് സ്ട്രെസ് വരാത്ത രൂപത്തിലുള്ള എക്സസൈസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. എന്തോ ആഡ് ചെയ്യാൻ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എക്സസൈസിന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ പോലെ ആൾക്കാർ പല എക്സസൈസ് ചെയ്തിട്ട് നമ്മളെ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ എന്ത് സാധനം നമ്മളൊരു സാധനം പിടിച്ച എല്ലാ മുകളിലും 3 കൊമ്പ് ആയതുകൊണ്ട് നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം തുടങ്ങിയാൽ പിന്നെ ആ എക്സസൈസ് മതി, അതുകൊണ്ട് നാട്ടിലെ എല്ലാ അസുഖവും മാറും. ആ എക്സസൈസിന്റെ അവസാന വാക്ക്, അത് ചെയ്യുന്ന എല്ലാം റെഡിയാണ്, അതിനെക്കുറിച്ച് ബാക്കിയുള്ളവരെ ഒന്നും ചോദിക്കാനോ പറയാനോ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഏത് എക്സസൈസിന് പേരെടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നത് 3 ടൈപ്പാണ്, ഏകദേശം 3 ടൈപ്പാണ് നമ്മൾ ലോകത്തിൽ ഏത് എക്സസൈസ് എടുത്താലും. ഒന്ന് എയറോബിക്, ഒന്ന് അനഎയറോബിക്, മൂന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി. എയറോബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്, ഇപ്പം പ്രത്യേകിച്ച് കാർഡിയോ എക്സസൈസ് എന്നൊക്കെ പറയുമ്പം നടത്തം, ഓട്ടം, ദീർഘദൂര ഓട്ടം, ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് പ്രായോഗികമായിട്ട് തന്നെ എയറോബിക് എന്ന് പറയുന്ന സാധനം. അനഎയറോബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് എടുക്കുന്ന പോലെയാണ്, നമ്മൾ മസിലിന് ചെറുതായിട്ട് വെയിറ്റ് എടുത്ത് ചെയ്യുന്ന എക്സസൈസ്, ഇതാണ് അനഎയറോബിക്. ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ പൊതുവെ ആൾക്കാർക്ക് അതായത് കൈയും കാലും ഒക്കെ വളച്ച് ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് ബാലൻസ് എക്സസൈസ്. ഏത് എക്സസൈസ് എടുത്താലും ഈ 3 കാറ്റഗറിയാണ്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസം നടക്കുക. നടക്കുന്നതിൻ്റെ സ്പീഡ് അതിന് സ്കെയിലുണ്ട്, പക്ഷെ നടക്കുന്നതിൻ്റെ പ്രായോഗികമായ സ്പീഡ് നമ്മൾ നടക്കുമ്പോൾ മറ്റൊരാളോട് കുറച്ച് കിതച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സ്പീഡ്, ആ സ്പീഡിൽ ഏതാണ്ട് അരമണിക്കൂർ മിനിമം, ഒരു 40-45 നല്ലത് 5 ദിവസമെങ്കിലും, എന്നാലും അരമണിക്കൂർ മിനിമം, അത് ആ രീതിയിൽ നടക്കുക. സ്പീഡ് ഏകദേശിട്ടാണ് സ്പീഡ്. കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളോട് സംസാരിക്കാൻ പറ്റുന്ന സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ പറയും സംസാരിച്ചാൽ കുഴപ്പമില്ല, സംസാരിക്കാൻ പാട്ട് പാടാൻ പറ്റൂല, കിതയ്ക്കും, ആ ലെവലിലുള്ളൊരു ഇന്റൻസിറ്റി, ആ സ്പീഡിൽ നടക്കുക. രണ്ടാമത്തത് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് നമ്മുടെ മസിൽ. നമ്മൾ മസിൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ജിമ്മിൽ പോയിട്ട് മറ്റേ വെയിറ്റ് എടുത്ത് പൊന്തിക്കുന്നത് മാത്രമല്ല, അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പ്രായമുള്ള ആളുകൾക്ക് വരെ പറയുന്ന സാധനം ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുക. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്കും ഇരുന്നിടത്ത് എഴുന്നേൽക്കും. ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നത് 10 പ്രാവശ്യം അല്ലെങ്കിൽ 15 പ്രാവശ്യം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇരുന്നിടത്ത് എണീച്ചാൽ തന്നെ മസിലിന് അത്യാവശ്യമുള്ള ഇപ്പോഴുള്ള എല്ലാ ഗൈഡ് ലൈൻസും വെച്ചുള്ള എക്സസൈസ് ആയി. അതേപോലെ ചുമരിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡിങ് പുഷപ്സ് പറയുന്ന സാധനം ഒരു 10 എണ്ണം ഒന്നിടവിട്ടുള്ള ദിവസം 2-3 ദിവസം ആഴ്ചയിൽ ചെയ്താൽ തന്നെ ആയി. ബാലൻസ് എക്സസൈസ് പറഞ്ഞാൽ ഒരു വരയിൽ ജസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നോക്കുക, പക്ഷെ നടുവ് പോയി നിൽക്കരുത്, വീഴരുത്. ഏതെങ്കിലും സൈഡിൽ പോയി നിന്നിട്ട് ഒരു വരയിൽ 2 കാലും വെച്ച് ബാലൻസ് ചെയ്ത് ഇത്ര നിൽക്കാൻ പറ്റും. അത് കൂടുതൽ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കാലം അടുത്ത് വെച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ തന്നെ ബാലൻസ് എക്സസൈസ് ആയി. ഈ 3 കാറ്റഗറിയാണ് എല്ലാ എക്സസൈസും. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി, ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ കണക്കുണ്ടാവും. മുട്ടിന് പ്രശ്നമുള്ള ആൾ, ലിഗമെന്റ് പ്രശ്നമുള്ള ആൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ ആരോഗ്യ അവസ്ഥ അനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ജനറൽ ആയിക്കൊണ്ട് ഈ രീതിയിലാണ് വ്യായാമങ്ങൾ വരുന്നത്.